ഇന്ന് ദുഗറോനോ പെരുന്നാളാണ്. നമ്മുടെ കർത്താവിന്റെ ദിവ്യ സുവിശേഷം അറിയിച്ച് മശിഹായിൽ നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാവിന്റെ ഓർമ്മയാണ് കർക്കിടക മാസം 3-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു. ദേവാലയത്തിന്റെ കൂദാശ കർമ്മം, ഇടവകയുടെ ശ്രേഷ്ഠപിതാവ് ബാവാതിരുമേനിക്ക് നൽകുന്നതായ അത്യുജ്വലമായ സ്വീകരണം, അതിയായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തപ്പെട്ടു. ഇന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ പേര് തന്നെ എത്രയോ അർത്ഥപൂർണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നുള്ളതായ പേരിലാണ് മലങ്കരയിലുള്ള ക്രിസ്ത്യാനികൾ ലോകം മുഴുവനും അറിയപ്പെടുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം AD 52 നമ്മുടെ കർത്താവിന്റെ ശിഷ്യനായ മോർ തോമാസ് ലീഹ അപ്പോസ്തലൻ ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. 20 വർഷത്തോളം കാലം കർത്താവിന്റെ ജീവനുള്ള സുവിശേഷത്തെ അദ്ദേഹം ഈ പുണ്യഭൂമിയിൽ പ്രഘോഷിച്ചു. AD 306 മുതൽ 378 വരെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ മോർ അഫ്രൈം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: മോർ തോമാസ് ലീഹ കുരിശിൽ നിന്നുള്ള തൈലത്താൽ നിറഞ്ഞവനായി ഇന്ത്യയുടെ ഇരുട്ട് നിറഞ്ഞ നിശയെ ദീപം കൊണ്ട് നീ നിറയ്ക്കുന്നു. ഇന്ത്യയിലേക്ക് തോമാസ് ലീഹ സുവിശേഷ പ്രഘോഷണാർത്ഥം എത്തിച്ചേർന്നുവെന്നും ഇരുളാർന്ന ഇന്ത്യയെ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് നയിച്ചു എന്നും വിശുദ്ധനായ മോർ അഫ്രൈമിന്റെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായി സാധിക്കുന്നുണ്ട്. മോർ അഫ്രൈം ഉറഹായിൽ വെച്ച് മരണം പ്രാപിച്ച ഒരു വിശുദ്ധനാണ്. ഇന്ത്യ, പേർഷ്യ, സിലോൺ, ചൈന, മെസപ്പൊട്ടോമിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രഘോഷണം പരിശുദ്ധനായ മോർ തോമാസ് ലീഹ നിർവഹിച്ചു. AD 72 മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റു. ചിന്നമലയിലേക്ക് അദ്ദേഹം ഓടിപ്പോയി. അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹം ആയിരിക്കുകയും രക്തം വാർന്ന് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. അദ്ദേഹത്തെ മൈലാപ്പൂരിൽ സംസ്കരിച്ചു. കാരണം അന്ന് മൈലാപ്പൂർ ഉൾപ്പെടുന്നതായ ചോളമണ്ഡലം തോമാസ് ലീഹായെ ബഹുമാനിച്ചിരുന്നത് കൊണ്ടായിരുന്നു. തോമാസ് ലീഹായുടെ ശിഷ്യൻ ഇരട്ട എന്ന് വിളിക്കപ്പെട്ടിരുന്നവനായ ആദായിസ് ലീഹ 72 അറിയിപ്പുകാരിൽ ഒരുവൻ അദ്ദേഹത്തെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അയച്ചത് ഉറഹായിലേക്കായിരുന്നു. ഉറഹായിലെ രാജാവായിരുന്ന അബ്ഗാർ യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ഒരു അനുയായിയായി തീർന്നു എന്നുള്ളതായ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയുള്ള ജനമെല്ലാം യേശുവിനെ തങ്ങളുടെ രക്ഷകനായി ആരാധിച്ചു പോന്നിരുന്നതിനാൽ തന്നെയാണ് ആദായിസ് ലീഹ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് യോഗ്യമായിരിക്കുന്ന ഒരു സ്വീകരണം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരനായ ഇരട്ടയിൽ ഒരുവനായ തോമായെ കുറിച്ച് അദ്ദേഹം അവിടെയുള്ള ജനത്തോട് അറിയിച്ചു. ഇന്ത്യയിലേക്ക് അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അയക്കപ്പെട്ടു. അതിയായ കാര്യങ്ങളൊക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. തങ്ങളുടെ പൂർവ്വപിതാവ് ഭാരതത്തിൽ എത്തി എന്നുള്ളതായ ആ വലിയ വിശ്വാസത്തിൽ, അപ്രകാരമുള്ള ആ വലിയ ചിന്തയിൽ ഉറഹായിലുള്ള ജനം നിലനിൽക്കുമ്പോൾ അവിടെ നിന്നും വ്യാപാര ആവശ്യത്തിന് വേണ്ടി ഭാരതത്തിൽ എത്തിച്ചേർന്നവരായ ഉറഹാക്കാരായിരിക്കുന്നതായ കച്ചവടക്കാർ, അവർ തോമാസ് ലീഹ എവിടെ വെച്ചാണ് മരണപ്പെട്ടത്, എപ്രകാരമാണ് അദ്ദേഹം മരണപ്പെട്ടത്, എവിടെ സംസ്കരിക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ അന്വേഷണമാണ് അവരുടെ ശ്രദ്ധ മൈലാപ്പൂരിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നത്. ഉറഹായിൽ നിന്നും എത്തിച്ചേർന്നവരായ പരിശുദ്ധ സുറിയാനി സഭയുടെ മക്കളായിരിക്കുന്നവർ അവർ പരിശുദ്ധനായ മോർ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് കണ്ടെത്തുകയും ഉറഹാപുരിയിൽ നിന്ന് മൈലാപ്പൂരിൽ നിന്ന് അത് ഉറഹായിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു.
ആ കൊണ്ടുപോയ പുണ്യ ദിവസത്തെ അനുസ്മരിപ്പിക്കുന്നതായ പെരുന്നാളാണ് കർക്കിടകം 3-ാം തീയതി പെരുന്നാൾ, അഥവാ തോമാസ് ലീഹായുടെ ദുഖറോനോ പെരുന്നാൾ. മറ്റുള്ള വിശുദ്ധന്മാരുടെ പെരുന്നാളുകളെല്ലാം തന്നെ അവർ രക്തസാക്ഷിത്വം പ്രാപിച്ച ദിവസത്തിൽ നമ്മൾ നടത്തുന്നു എങ്കിൽ, ഇതാ തോമാസ് ലീഹായുടെ ഓർമ്മ, അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ഇവിടെ നിന്നും ഉറഹായിലേക്ക് കൊണ്ടുപോയതിനെ അനുസ്മരിപ്പിക്കുന്നതായ ആ ദിവസമാണ് നമ്മൾ നടത്തുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ തോമാസ് ലീഹായുടെ നാമധേയത്തിൽ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നുവെന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നാം വായിച്ചറിയുന്നുണ്ട്. മൂസലിൽ പരിശുദ്ധനായ മോർ തോമാസ് ലീഹായുടെ നാമത്തിൽ ഒരു വലിയ ദേവാലയം ഉണ്ടായിരുന്നു. അത് 12-ാം നൂറ്റാണ്ടിൽ ഡയർബക്കറിൽ തോമാസ് ലീഹായുടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു എന്നും എല്ലാം ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. സഭയുടെ പിതാവായിരുന്ന പാത്രിയർക്കീസായിരുന്ന പരിശുദ്ധനായ മോർ മീഖായേൽ റാബോയുടെ കാലത്ത് തോമാസ് ലീഹായുടെ നാമത്തിൽ അദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിലും അതേപോലെ തന്നെ സഭയുടെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്നും ചരിത്രത്തിൽ നമ്മൾ വായിച്ച് അറിയുന്നുണ്ട്. 2 കുരിശുദ്ധങ്ങളുടെ കാലഘട്ടങ്ങളിലും പല ദേവാലയങ്ങളും തകർക്കപ്പെട്ടു. ഇപ്രകാരം ചരിത്രമുറങ്ങുന്നതായ തോമാസ് ലീഹായുടെ നാമത്തിലുള്ളതായ ദേവാലയങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതും ചരിത്രത്തിൽ നമ്മൾ വായിച്ച് എടുക്കുന്നുണ്ട്. ഞാനിത് ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം ഇതാണ്, ഒരു ലഘുവായിരിക്കുന്ന ഈ പെരുന്നാളിന്റെ ചരിത്ര പശ്ചാത്തലം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഉറഹായിൽ നിന്ന് ഇറാഖിൽ മൂസലിലേക്ക് കൊണ്ടുപോകപ്പെട്ടതായ തിരുശേഷിപ്പിന്റെ ഒരു അംശമാണ് ഈ പരിപാവനമായ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ ധന്യരായിരിക്കുന്ന ഇടവകാംഗങ്ങളാണ് ഈ പുണ്യപ്പെട്ട ഇടവകയുടെ മക്കൾ എന്നുള്ളത് ഈ തിരുശേഷിപ്പുകളെല്ലാം അനുഗ്രഹത്തിനായി ലഭിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. ആദരവോടും ബഹുമാനത്തോടും കൂടെ ഈ പെരുന്നാളിനെ നമുക്ക് കൊണ്ടാടുവാനായി സാധ്യമായി തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് ബേഥന്യായിൽ ലാസർ രോഗബാധിതനായി കിടക്കുന്ന വിവരമറിഞ്ഞ് അവന്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. പോകുന്ന വഴികൾ കുന്നുകളും തടങ്ങളും കൊണ്ട് നിറഞ്ഞപ്പെട്ടിരിക്കുന്നതാണ്. പോകുന്നതായ വഴികൾ മുഴുവനും അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ മറ്റു ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, പോകരുത്, പോയാൽ യഹൂദന്മാർ നിന്നെ അപായപ്പെടുത്തും. എന്നാൽ ധൈര്യസമേതം തോമാസ് ലീഹ ഇപ്രകാരം മറ്റു ശിഷ്യന്മാർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അത്യുച്ചത്തിൽ പ്രഘോഷിക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്, ലെറ്റ് us go and die with him. നമുക്കും പോകാം, അവനോടുകൂടെ മരിക്കാം. യേശുവിനോടുകൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് മരണമാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് വന്ന് ഭവിച്ചു കൊള്ളട്ടെ, അതിൽ നമ്മൾ അല്പം പോലും പിന്തിരിയരുത് എന്നുള്ളതായ വലിയ സന്ദേശം തോമാസ് ലീഹായുടെ ആ വലിയ പ്രഖ്യാപനത്തിലൂടെ മറ്റുള്ള ശിഷ്യന്മാർക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം അന്ന് മറ്റു ശിഷ്യന്മാർക്ക് നൽകിയതായ പ്രചോദനമായിരുന്നു ഈ ഭാരതഭൂമിയിൽ വന്ന് ഇവിടെ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റ് രക്തസാക്ഷിത്വം വഹിക്കുവാനുള്ളതായ ആ വലിയ കാരണത്തിന് മുഖാന്തരമായി തീർന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, കൂടുതൽ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. തോമാസ് ലീഹായുടെ ഈ പെരുന്നാളിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിന് വേണ്ടി മരിക്കുവാൻ പോലും നമുക്ക് എത്ര പേർക്ക് ഇന്ന് സന്നദ്ധതയുണ്ട്? അപ്രകാരമുള്ള ഒരു ഒരുക്കം നമുക്കുണ്ട്. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥനകളിൽ ചൊല്ലുന്നുണ്ട്, കണ്ടങ്ങോടി മരിപ്പാനായി കർത്താവിൻ പേർക്കെല്ലാരും. ആദിമ ക്രൈസ്തവ സഭ പ്രകാരമായിരുന്നു യേശുവിന് വേണ്ടി മരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അഭിലാഷമായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു, വലിയൊരു സഹനമായിരുന്നു. അത് പൂർണ്ണതയിൽ നിറവേറ്റുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഇന്ന് അവരൊക്കെ നമുക്ക് വിശുദ്ധന്മാരായി, മധ്യസ്ഥന്മാരായി തീർന്നിരിക്കുന്നു. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിന് വേണ്ടി മരിക്കുവാനുള്ള വലിയ ഒരു ക്രമത്തിൽ ആക്കി തീർക്കുവാൻ സാധ്യമാക്കട്ടെ. അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക് ഈ പെരുന്നാളും ഇന്നത്തെ ദിവസത്തിന്റെ ശ്രേഷ്ഠതകളുമെല്ലാം നമ്മെ മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര തിരുശേഷിപ്പുകളാണ് ഇന്ന് ഈ പുണ്യപ്പെട്ട ദേവാലയത്തിൽ സ്ഥാപിച്ചത്. ഇവരെല്ലാവരും ശുദ്ധിയിൽ ജീവിച്ചവരാണ്.
ഇവരെല്ലാവരും യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തവരാണ്. ഇവർ പ്രാർത്ഥന, ഉപവാസം, ജാഗരണം, നോമ്പ് ആദിയായ കാര്യങ്ങളിലൂടെ ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ പിതാക്കന്മാരുടെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തുവാൻ, കുറവുകളെ പരിഹരിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ കൂട്ടുവേലക്കാർ എന്നുള്ളതായ വലിയ സ്ഥാനം നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ സാധ്യമാകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ പരിപാവനമായ ദേവാലയം ഇന്ന് കൂദാശ ചെയ്ത് പ്രഥമ ബലിയർപ്പിച്ച് ദൈവസന്നിധിയിൽ തിരുമുൽക്കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നത് വലിയൊരു ആത്മ നിറവോടുകൂടിയാണ്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് പഴയ പള്ളിയുടെ പൂമുഖത്ത് നിന്ന് ലഹീനായ എന്നെയും ശ്രേഷ്ഠ ബാവായെയും അങ്ങനെയുള്ള പിതാക്കന്മാരെയൊക്കെ അന്നത്തെ ഭരണകൂടവും അന്നത്തെ നിയമസംവിധാനങ്ങളും മറുവിഭാഗത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അവരുടെ ആ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ദാരുണമായ രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിട്ടപ്പോൾ വളരെ വേദനയായിരുന്നു. ഹൃദയം നുറുങ്ങുന്നതായ വേദനയിൽ അന്ന് വാവിട്ട് കരഞ്ഞു. എന്നാൽ ഇന്ന് ഈ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ കരയുന്നത്. അന്ന് വേദനയോടുകൂടി കരഞ്ഞ ആ മുഖത്ത് നിന്ന് ഇന്ന് സന്തോഷത്തിന്റെ കണ്ണുനീർ ഒഴുകുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ദൈവാനുഭവം എത്ര ശ്രേഷ്ഠകരമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പീഡനങ്ങളും സഹനങ്ങളും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഇനിയും നമുക്ക് ഇതിലും വലിയൊരു സന്തോഷം ലഭിക്കും. ഈ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രേഷ്ഠ ബാവാതിരുമേനിയുടെ തൃക്കരം മുത്തി പറയട്ടെ, അധികം വൈകാതെ നമുക്ക് നമ്മുടെ വലിയ പള്ളിയും തിരികെ ലഭിക്കും. അത് നമ്മുടെ പിതാക്കന്മാരുടെ കബറിടങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ഇടമാണ്. തിരുശേഷിപ്പുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവരുടെ കബറിടം ഇന്നിപ്പോഴും അവിടെ തന്നെയാണ്. അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. അവിടെ ധൂപം വയ്ക്കുവാൻ, അവിടെ പ്രാർത്ഥിക്കുവാൻ ശ്രേഷ്ഠ ബാവാതിരുമേനിക്കും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് അയക്കപ്പെട്ട പിതാക്കന്മാർക്കും മാത്രമേ അവകാശമുള്ളൂ. അത് ദൈവം നിവർത്തിച്ചു തരും. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. നമുക്ക് അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് ഈ പള്ളി ദൈവം തന്നുവെങ്കിൽ അത് അനുഗ്രഹമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ അവിടെ വീഴ്ചയുണ്ടാകും. ഇന്ന് പലർക്കും വീഴ്ച ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഹങ്കാരമുണ്ടായതുകൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ഇന്നേ ദിവസം ഇവിടെ വരുവാൻ, ശ്രേഷ്ഠ ബാവാതിരുമേനിയോടൊപ്പമായിരിക്കുവാൻ, വിശുദ്ധാരാധന അർപ്പിക്കുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർക്കുന്നു. ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു. ശ്രേഷ്ഠ ബാവാതിരുമേനിയെ ഇന്നലെ സഭ ഈ ഇടവക ആദരിച്ചു. ബാവായ്ക്ക് ദൈവം ആയുരാരോഗ്യം കൊടുത്ത ഈ സഭയെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അനുഭവത്തിലേക്ക് നയിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ ബാവ കാലം ചെയ്ത പുണ്യശ്ലോകനായ ബാവ സഭയ്ക്ക് വേണ്ടി ഒരു ധീരനായ പോരാളിയായിരുന്നുവെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ബാവ സഭയുടെ ഒരു ശാന്തി ദൂതനായി നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി സമാധാനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന ഒരിക്കൽ കൂടി എല്ലാവരോടും, വന്യ വൈദികരോടും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച് ദൈവം ഈ പുണ്യപ്പെട്ട ദിനത്തിൽ പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ അനവരതമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.